everyone, Assalamualaikum. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഈ വീഡിയോ കുറച്ച് ദിവസം മുന്നേ എടുത്തതായിരുന്നു കേട്ടോ. ബട്ട് ഇപ്പോഴാണ് ഇതൊന്ന് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയത്. ഇതിൻ്റെ സ്കൂൾ ബാഗ് പാക്ക് ചെയ്യുന്നതിൻ്റെ തിരക്കിലാട്ടോ ഞാൻ. യൂഷ്വലി ഞാൻ തലേ ദിവസം തന്നെ ഇതൊക്കെ ചെയ്ത് സെറ്റാക്കി വെക്കലാണ്. ബട്ട് ഇന്നലെ ഓരോ തിരക്കിനിടയിൽ എനിക്ക് ടൈം കിട്ടിയതുമില്ല. ആൾ നല്ല ഉറക്കത്തിലാണ്. സോ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് അവനെ എണീപ്പിക്കാമെന്ന് വിചാരിച്ചു. റേതിൻ്റെ സ്കൂള് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 2 മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ. സോ ആ ഒരു ടൈം ആകുമ്പോഴേക്കും പോയാൽ മതി. സോ രാവിലെ തന്നെ മോനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ നേരെ ഡെക്കാത്ലോണിലേക്ക് വിട്ടു. ഇതിൻ്റെ ഒരു മിനി വ്ളോഗ് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഹസ്ബൻഡിൻ്റെ ഒരു ഷൂ ഹണ്ടിങ് അപ്പാരത്തെ ഷോക്കേസ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗായിരുന്നു അത്. ഫുഡ്വെയർ ഷോപ്പിങ്ങിന് പോയാൽ നമുക്ക് ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് പറയുന്നത് മിസ്റ്റർ ഹബ്ബിക്ക് പറ്റിയ ഷൂ കിട്ടുക എന്നുള്ളതാണ്. ആസ് യൂഷ്വൽ അവിടെ പോയിട്ടും ഷൂ ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് നമ്മൾ ആ സ്റ്റോർ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വിടുകയാണ് ചെയ്തത്. വീട്ടിലെത്തിയപ്പോഴേക്കും ലഞ്ച് ഉണ്ടാക്കാൻ ടൈമായി. ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ച് പകരം കർണാടക സ്പെഷ്യൽ റാഗി മുദ്ദ ഉണ്ടാക്കാനാണ് പ്ലാൻ. ഇത് ആക്ച്വലി റാഗീൻ്റെ പൗഡർ വെച്ചാട്ടോ ഉണ്ടാക്കൽ. അയൺ ആൻഡ് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഹെൽത്തി ഐറ്റമാണിത്. ഏകദേശം നമ്മൾ പത്തിരിൻ്റെ മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്തെടുക്കേണ്ടത്. സോ ഫസ്റ്റ് തന്നെ ഒരു പാത്രത്തിൽ 4 കപ്പ് വെള്ളം ഒഴിക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗീയോ ഓയിലോ കൂടി ആഡ് ചെയ്യുക. എൻ്റെ മദറിൻലോക്ക് ഗീ തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാട്ടോ നമ്മൾ സാധാ ഓയിൽ ഇതിലിട്ടത്. ഞാനിവിടെ എലൈറ്റിൻ്റെ റോസ്റ്റഡ് റാഗി ഫ്ലോർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് 500 ഗ്രാംസിൻ്റെ ഒരു പാക്കറ്റാട്ടോ. അടുത്ത ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ റാഗി ഫ്ലോർ ആഡ് ചെയ്യേണ്ടത്. പൊതുവേ എൻ്റെ വീട്ടിൽ കഴുകി വൃത്തിയാക്കി പൊടിച്ചെടുത്ത റാഗി പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യൽ. ബട്ട് അത് തീർന്നുപോയി. അതുകൊണ്ട് തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. റാഗിപ്പൊടി ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് കട്ട പിടിച്ചു. വല്ലാണ്ട് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക കേട്ടോ. ശരിക്കും ഈ വെള്ളം തിളയ്ക്കുന്ന ടൈമിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് റാഗി പൗഡർ വെച്ച് ഒരു സ്ലറി ഉണ്ടാക്കി അതിലേക്ക് ആദ്യം ഒഴിച്ചിട്ട് അതൊന്ന് കുറുകി വരുമ്പോഴാണ് ബാക്കിയുള്ള റാഗി ഫ്ലോർ ആഡ് ചെയ്യൽ. അതാണ് റാഗി മുദ്ദ ഉണ്ടാക്കേണ്ട റിയൽ ടെക്നിക്ക്. ബട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാം നല്ലോണം മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു 4-5 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് മോന് സ്കൂളിൽ നിന്ന് കൂട്ടാൻ ടൈം ആയതന്നെ ഞാൻ മറന്നുപോയി. സോ പെട്ടെന്ന് തന്നെ അവനെയും കൂട്ടി വന്നിട്ട് ബാക്കി പരിപാടി ചെയ്യാം. അതും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് എൻ്റെ മദറിൻലോ ഓൾറെഡി നല്ല ക്രീമിയായ എന്നാൽ ഫ്രഷ് ക്രീം ഒന്നും ചേർക്കാത്ത ഒരു അടിപൊളി ചിക്കൻ ഗ്രേവിയും കൂടെ ചിക്കനും പൊരിക്കുന്നുണ്ടായിരുന്നു. സോ ഇത് ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് നമ്മളെ റാഗി മുദ്ദൻ്റെ ബാക്കി സ്റ്റെപ്സിലേക്ക് കടക്കാം. കുറച്ച് നേരം ഓപ്പൺ ആക്കാണ്ട് ആ ചൂടിൽ തന്നെ ദമ്മാവാൻ വിട്ടതാട്ടോ. ഇനി അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത്ര ക്വാണ്ടിറ്റി കുറച്ചായിട്ട് എടുത്ത് ചെറിയ ബോൾസ് ഉണ്ടാക്കണം. ഈ മാവ് എടുക്കുന്നതിനനുസരിച്ച് ബാക്കിയുള്ള മാവ് കവർ ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ബോൾസ് ഉണ്ടാക്കാൻ പറ്റില്ല. അതാ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം ബോൾസ് ഉണ്ടാക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബോൾസൊക്കെ ഡ്രൈ ആയി അതിൽ ക്രാക്സ് വീഴും. പിന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നമ്മളെ ഫസ്റ്റ് റാഗി മുദ്ദൻ്റെ ബോൾ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമ്മളെ ബാക്കി ബോൾസും ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു ഡിസ്ക്ലെയിമർ തരാം. എല്ലാവർക്കും ഈ സാധനം ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടമാവില്ല. ഇതിപ്പോൾ നിങ്ങൾ കഴിച്ചിട്ട് സാഡ് ആവുകയാണെങ്കിലും ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ബോഡി അത്രയും ഹാപ്പി ആയിരിക്കും. ആൻഡ് യുവർ ബോഡി വിൽ താങ്ക് യു ഫോർ ദി സെയിം. റാഗി നിങ്ങളുടെ ഡയറ്റിൽ ഡെയിലി ഉൾപ്പെടുത്തിയാൽ തന്നെ നിങ്ങളുടെ ബോഡിക്ക് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഒരു ഓൾ റൗണ്ടറാണിത്. സോ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോസ് ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സോ അങ്ങനെ
അങ്ങനെ നമ്മൾ റാഗി മുദ്ദൻ്റെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മാവ് വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ റാഗിൻ്റെ പത്തിരി പോലെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും സ്പൈസി ആയിട്ടുള്ള ഒരു കറിയും കൂടി കഴിച്ചാലുണ്ടല്ലോ സാറേ, ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. കണ്ടാൽ കഴിക്കാൻ തോന്നൂലെങ്കിലും എഴുതി വെച്ചോ, അടിപൊളി സാധനമാണിത്. ഞാനിപ്പോൾ അമ്മി ഉണ്ടാക്കിയ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈൻ്റെയും കൂടെയാണിത് പെയർ ചെയ്യുന്നത്. ആക്ച്വലി ഇത് കഴിക്കുന്നതിന് മുന്നേ ഇതേപോലെ സെൻറ്ററിൽ ഒരു സ്പൂൺ വെച്ച് കുഴി ഉണ്ടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് വേണം കഴിക്കാൻ. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മദർ ഇൻ ലോക്ക് നെയ്യ് തീരെ പിടിക്കാത്ത കാരണം ബാക്കി ബോൾസിലൊന്നും ആക്കി വെക്കാൻ പറ്റൂലടോ. ആക്ച്വലി ഇത് ചവയ്ക്കാണ്ട് വിഴുങ്ങിയിട്ടാണ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് പല്ലിലും വായലും ഒക്കെ ഒട്ടിപ്പിടിക്കും. ബോസ് ബേബിക്ക് പിന്നെ ഈ സാധനം കണ്ടപ്പോഴേ പിടിച്ചിട്ടില്ല. ചിക്കൻ ഫ്രൈ മാത്രം മതി എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഞാൻ തന്നെ അവൻ്റെ വാശിക്ക് കീഴടങ്ങി വന്നു. അപ്പോഴേക്കും എൻ്റെ ചങ്ങായിമാർ സ്കൂളിൽ വിട്ട് വന്നു. ഈ മെഡൽ അവർക്ക് സ്കൂളിൽ ഈ അക്കാഡമിക് ഇയറിൽ ഫുൾ അറ്റൻഡൻസിന് വേണ്ടി കിട്ടിയതാട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവരെ സ്കൂളിൽ ആനുവൽ ഡേ പ്രോഗ്രാമാണ്. ഡാൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികൾ കൂളിംഗ് ഗ്ലാസ് വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് വാങ്ങാൻ വേണ്ടി ഞാനൊരു നിയർ ബൈ ലോക്കൽ സ്റ്റോറിൽ പോയി അവർക്ക് വേണ്ടി ഗ്ലാസ്സസ് വാങ്ങി. ബ്ലാക്ക് തന്നെ വേണം എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ ബ്ലാക്ക് ഗ്ലാസ്സസ് മാത്രമാണ് നോക്കിയത്. നിങ്ങൾക്ക് ഇതിലേതാ ഇഷ്ടമായെന്ന് കോമെൻറ്റ് ബോക്സിൽ പറയാട്ടോ. നമുക്ക് പിക്സൊക്കെ അയച്ചു കൊടുത്ത് റിപ്ലൈ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇത് രണ്ടുമാണ് ചൂസ് ചെയ്തത്. പിന്നെ വീട്ടിലേക്ക് പോവാല്ലേ. വീട്ടിലെത്തിയപ്പോൾ ഈ മിസ്റ്റർ കണ്ണു തുറച്ചെന്ന് എന്താ ഇത്രയും ലേറ്റായെന്ന് ചോദിക്കും പോലെ നിന്ന് ഒരൊറ്റ പോക്ക്. നിങ്ങൾ വിചാരിക്കണ്ടാവും വീട്ടിലെത്തിയെന്ന് പറഞ്ഞ് ഇവളെന്താ വീണ്ടും പുറത്തു പോകുന്നതെന്നല്ലേ. ഐ നോ ആക്ച്വലി ഞാൻ വരുമ്പോഴേക്കും എല്ലാവരും ഹൈലൈറ്റ് മോളിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും കൂടെ ഇറങ്ങി. ഹൈലൈറ്റിൽ എത്തിയ പാട് നേരെ അവിടുത്തെ പ്ലേ ഹസലിലേക്കാണ് നമ്മൾ കയറിയത്. കുട്ടികൾക്ക് ഒരു എൻജോയ്മെൻ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയത്. പേരൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എൻജോയ്മെൻ്റൊക്കെ ഓബ്വിയസ്ലി ഒന്ന് ബാക്ക് സീറ്റ് എടുക്കുമല്ലോ. ബട്ട് ഇവർ 3 പേരും നല്ലോണം അടിച്ചു പൊളിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് ഓൾറെഡി ഡിന്നറൊക്കെ കഴിച്ചുകൊണ്ട് വീട്ടിൽ വന്നപാട് ഒരു ബനാന ഫ്ലാംബേ ഡെസേർട്ട് ഉണ്ടാക്കി കഴിച്ചു. ഇനിതാ കിച്ചണിലെ ഈ മെസ്സൊക്കെ ക്ലീൻ ചെയ്ത് വേണം കിടക്കാൻ. സോ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയുള്ള തുണിയും സ്പോഞ്ചും ഒക്കെ ഒഴിവാക്കി ഞാനിപ്പോൾ കറൻ്റ്ലി സ്വിച്ച് ചെയ്ത ഒരു ഐറ്റമാണ് ബീക്കോൻ്റെ റീയൂസബിൾ കിച്ചൺ ടവൽസ്. വൈപ്പ് വാഷ് റീയൂസ് അപ് ടു 100 ടൈംസ് എന്നാണ് ഇതിൽ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം ബാംബു. വൈപ്സ് ഓൾ ദ സ്പിൽസ്, ക്യാച്ചസ് 0% ഓർഡർ. 20 ഷീറ്റാണ് നമുക്കിതിൽ കിട്ടുന്നത്. ദിസ് ക്ലെയിംസ് a 3W formula that is wipe any surface, wash and reuse and feels like wow once cleaned. പാക്കേജിങ്ങിൽ തന്നെ ഇതിലെ എല്ലാ ഡീറ്റെയിൽസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് 350 റുപ്പീസാണ്. ഷീറ്റിൻ്റെ സൈസും അതിൽ മെൻഷൻഡ് ആണ് കേട്ടോ. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നും ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. So obviously as it is made by bamboo fibers, it is totally natural and biodegradable as well. So നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. These are rolled bamboo sheets. സോ ഇതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ സ്ലിറ്റ്സ് വരുന്നതുകൊണ്ട് കീറിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. മെറ്റീരിയൽ ഏകദേശം നമ്മളെ പേപ്പറും വൈപ്സും കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഇതേപോലെ ഈ ടവൽ ഒന്ന് നന്നായി നനച്ചിട്ട് എക്സസ് വാട്ടറൊക്കെ സ്ക്വീസ് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്ക് വേണ്ട സ്ഥലങ്ങളൊക്കെ തുടച്ചെടുക്കുക. ഏറ്റവും കൂടുതൽ വൃത്തികേടാവുന്ന നമ്മുടെ സ്റ്റൗ ടോപ്പിലെ എണ്ണയോ വേറെ എന്താഴ്ക്കോ ആവട്ടെ, കിച്ചൻ്റെ വാൾസോ അല്ല എങ്കിലും നമ്മൾ കഴിക്കാനിരിക്കുന്ന ഡൈനിങ് ടേബിളോ കൗണ്ടർ ടോപ്പോ എവിടെ വേണേലും ഇത് യൂസ് ചെയ്യാം. പണികളൊക്കെ കഴിഞ്ഞ് വാഷ് ചെയ്ത് ഉണക്കാൻ വെക്കുക. ഞാൻ എൻ്റെ കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് ഉണക്കൽ. ഒരു ലൈഫ് സേവിങ്, മണി സേവിങ്, ടൈം സേവിങ് ഐറ്റം എന്ന് തന്നെ ഇതിന് പറയാം. സോ ബീക്കോ വെച്ച് കിച്ചൺ ക്ലീൻ ആക്കി ഞാൻ പോയി ഉറങ്ങാൻ. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.